സലിം മടവൂർ, മറ്റൊരു PV അൻവറിനെ ഇറക്കുമോ ഇത്തവണ LDF? അല്ല, LDFിന്റെ സ്ഥാനാർത്ഥി ആരായാലും, കാരണം നമുക്കിപ്പോൾ മനസ്സിലായി ഈ തെരഞ്ഞെടുപ്പിൽ UDF പരാജയം ഭയപ്പെടുന്നു. സ്വന്തം സ്ഥാനാർത്ഥി മറ്റൊരു മുന്നണിയുമായി ചർച്ച നടത്തിയെന്ന് വരെ പരസ്യമായി പറഞ്ഞ ആള് ഞങ്ങൾ UDFിലെടുക്കും, അദ്ദേഹത്തെ കൂട്ടുമെന്നൊക്കെ പറയുന്ന സമയത്ത് UDFിന്റെ പരിതാപകരമായ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് മനസ്സിലാക്കാം. പ്രതിപക്ഷ നേതാവ് പരാജയം ഭയപ്പെടുന്നു. സ്വന്തം സ്ഥാനാർത്ഥിയെ പരസ്യമായി തെറി പറഞ്ഞ ആളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ BJPയുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച്, ഇവിടെ BJPയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ്, എവിടെയായാലും ഒരു പാർട്ടിക്ക് ഒരു പുതിയ പ്രസിഡന്റ് വന്നാൽ അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഗൗരവമായി ഞങ്ങൾ മത്സരിക്കും, കൂടുതൽ വോട്ട് വാങ്ങും എന്ന് പറയുന്നതിന് പകരം തങ്ങൾ അതിനെ ഗൗരവമായി കാണുന്നില്ല എന്നാണ് BJPയുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ചേർന്നുകൊണ്ട് എല്ലാ ശ്രമവും തെരഞ്ഞെടുപ്പിൽ നടത്തും. പക്ഷെ പ്രബുദ്ധരായ നിലമ്പൂരിലെ ജനങ്ങൾ അവർ ഇടതുപക്ഷ അദ്ദേഹം പറഞ്ഞത്. സലിം, ഞങ്ങൾ അതിനെ ഗൗരവമായി കാണുന്നില്ല എന്ന് പറഞ്ഞു. ഗൗരവമായി അല്ലല്ല ഗൗരവമായി കാണുന്നില്ല എന്ന് തന്നെ പറഞ്ഞു. 6 മാസത്തേക്ക് അടിച്ചേൽപ്പിച്ചതാണ്, അനാവശ്യമാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിനെ ഗൗരവമായി, അതിൽ നിന്ന് തന്നെ ലക്ഷണം മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ വോട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. പക്ഷെ പ്രബുദ്ധരായ നിലമ്പൂരിലെ മതേതര വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായിക്കൊണ്ട് അവർ നേരത്തെ ആർക്കാണ് വോട്ട് ചെയ്തത് ആ മുന്നണിക്ക് വോട്ട് ചെയ്യും. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും, അതിലാർക്കും സംശയം വേണ്ട. ആ പരാജയമാണ് ആ തെരഞ്ഞെടുപ്പിൽ, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDF പരാജയം ഭയപ്പെടുന്നു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. നിലപാടില്ലായ്മ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.